ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകളിൽ നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയ്ക്കാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയ്ക്കാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരാക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 30 സെക്കൻഡിനും 12 ഡിഗ്രി 47 മിനിറ്റിനും 40 സെക്കൻഡിനും ഇടയ്ക്ക്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളം ഏതൊക്കെ രേഖാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നേരത്തെ അക്ഷാംശം, ഇത് രേഖാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളം ഏതൊക്കെ രേഖാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. പൂർവ്വരേഖാംശം 74 ഡിഗ്രി 51 മിനിറ്റിനും 57 സെക്കൻഡിനും 77 ഡിഗ്രി 24 മിനിറ്റിനും 47 സെക്കൻഡിനും ഇടയ്ക്ക്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? കേരളത്തിൻ്റെ ആകെ വിസ്തീർണം. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനത്തെയാണ് കേരളം ഉൾക്കൊള്ളുന്നത്? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനത്തെയാണ് കേരളം ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ 11.8%, 4.2%, 2.28%, 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനത്തെയാണ് കേരളം ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം ഉൾക്കൊള്ളുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ കിഴക്കേ അതിരായുള്ളത്? താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ കിഴക്കേ അതിരായുള്ളത്? ഓപ്ഷൻസ്: അറബിക്കടൽ, കർണാടക, തമിഴ്നാട്, ബംഗാൾ ഉൾക്കടൽ. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ കിഴക്കേ അതിരായുള്ളത്? ആൻസർ ഓപ്ഷൻ സി, തമിഴ്നാട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതിര് അറബിക്കടൽ, കിഴക്ക് ഭാഗത്ത് തമിഴ്നാട്, വടക്കു ഭാഗത്ത് കർണാടക, തെക്ക് ഭാഗത്ത് കന്യാകുമാരി ജില്ല, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല. അപ്പോൾ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ അതിര് അറബിക്കടൽ, കിഴക്ക് ഭാഗത്ത് തമിഴ്നാട്, വടക്കു ഭാഗത്ത് കർണാടക, തെക്ക് ഭാഗത്ത് കന്യാകുമാരി ജില്ല. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ കിഴക്കേ അതിരായി വരുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ കിഴക്കേ അതിരായി വരുന്നത്? ഓപ്ഷൻസ്: പൂർവ്വഘട്ടം, അറബിക്കടൽ, സഹ്യപർവ്വതം, ബംഗാൾ ഉൾക്കടൽ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ കിഴക്കേ അതിരായി വരുന്നത്? ആൻസർ ഓപ്ഷൻ സി, സഹ്യപർവ്വതം. കിഴക്ക് പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ സഹ്യപർവ്വതം. പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ടാണ് കേരളത്തിൻ്റെ സ്ഥാനം. കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ടാണ് കേരളത്തിൻ്റെ സ്ഥാനം. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ കിഴക്കുഭാഗത്തെ ഭൂപ്രദേശം? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ കിഴക്കുഭാഗത്തെ ഭൂപ്രദേശം? ഓപ്ഷൻസ്: മലനാട്, ഇടനാട്, തീരപ്രദേശം, പീഠഭൂമി. കേരളത്തിൻ്റെ കിഴക്കുഭാഗത്തെ ഭൂപ്രദേശം ഏതാണെന്ന്? ആൻസർ ഓപ്ഷൻ എ, മലനാട്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ ഭൂപ്രദേശം മലനാടെന്നും പടിഞ്ഞാറ് ഭാഗത്തെ ഭൂപ്രദേശം തീരപ്രദേശം എന്നും അറിയപ്പെടുന്നു. മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കായിട്ടുള്ള പ്രദേശമാണ് ഇടനാട്. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ ഭൂപ്രദേശം മലനാട്, പടിഞ്ഞാറ് ഭാഗത്തെ ഭൂപ്രദേശം തീരപ്രദേശം, ഇവയ്ക്കിടയ്ക്ക് ആയിട്ട് വരുന്ന പ്രദേശമാണ് ഇടനാട്. താഴെ തന്നിരിക്കുന്നതിൽ അറബിക്കടലുമായി അതിർത്തി പങ്കുവയ്ക്കാത്ത കേരളത്തിലെ ജില്ലയാണ്? താഴെ തന്നിരിക്കുന്നതിൽ അറബിക്കടലുമായി അതിർത്തി പങ്കുവയ്ക്കാത്ത കേരളത്തിലെ ജില്ലയാണ്? ഓപ്ഷൻസ്: മലപ്പുറം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ. താഴെ തന്നിരിക്കുന്നതിൽ അറബിക്കടലുമായി അതിർത്തി പങ്കുവയ്ക്കാത്ത കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ സി, കോട്ടയം. കേരളത്തിലെ 9 ജില്ലകളും അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. എന്നാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ 5 ജില്ലകൾക്ക് കടൽത്തീരമില്ല. കടൽത്തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കേരളത്തിലെ 9 ജില്ലകളും അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്.
കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ആകെ ദൈർഘ്യം. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ആകെ ദൈർഘ്യം. ഓപ്ഷൻസ് 540 കിലോമീറ്റർ, 560 കിലോമീറ്റർ, 580 കിലോമീറ്റർ, 530 കിലോമീറ്റർ. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ആകെ ദൈർഘ്യം. ആൻസർ ഓപ്ഷൻ സി 580 കിലോമീറ്റർ. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം 590 കിലോമീറ്ററാണ്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം 590 കിലോമീറ്ററാണ്. ഏറ്റവും കൂടുതൽ കടൽ തീര ദൈർഘ്യമുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീര ദൈർഘ്യമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻസ് കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ ബി കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീര ദൈർഘ്യമുള്ള ജില്ല കണ്ണൂർ. കടൽ തീര ദൈർഘ്യം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കടൽ തീര ദൈർഘ്യം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ് കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, തൃശ്ശൂർ. കടൽ തീര ദൈർഘ്യം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ കൊല്ലം. കടൽ തീര ദൈർഘ്യം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം കൂടുതലായുള്ള താലൂക്ക് ഏത്? കേരളത്തിൽ കടൽ തീര ദൈർഘ്യം കൂടുതലായുള്ള താലൂക്ക്. ഓപ്ഷൻസ് തലശ്ശേരി, കണ്ണൂർ, ചേർത്തല, ആറ്റിങ്ങൽ. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം കൂടുതലായുള്ള താലൂക്ക്. ആൻസർ ഓപ്ഷൻ സി ചേർത്തല. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം കൂടുതലായുള്ള താലൂക്ക് ചേർത്തല. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. മുനമ്പം, പാപനാശം, മുഴപ്പിലങ്ങാട്, പുറക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ആൻസർ ഓപ്ഷൻ സി മുഴപ്പിലങ്ങാട്. മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴപ്പിലങ്ങാടാണ്. അപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴപ്പിലങ്ങാടാണ്. താഴെ തന്നിരിക്കുന്ന ജില്ലകളിൽ കടൽ തീരത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള ക്രമം. താഴെ തന്നിരിക്കുന്ന ജില്ലകളിൽ കടൽ തീരത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള ക്രമം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കണ്ണൂർ, ആലപ്പുഴ, തിരുവനന്തപുരം, കോഴിക്കോട്. കടൽ തീരത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരിയായിട്ടുള്ള ക്രമം 1 കണ്ണൂർ, 2 ആലപ്പുഴ, 3 തിരുവനന്തപുരം, 4 കോഴിക്കോട്. ഇന്ത്യയുടെ ആകെ കടൽ തീരത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ കടൽ തീരം പ്രതിനിധാനം ചെയ്യുന്നത്? ഇന്ത്യയുടെ ആകെ കടൽ തീരത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ കടൽ തീരം പ്രതിനിധാനം ചെയ്യുന്നത്? ഓപ്ഷൻസ് 6%, 10%, 13%, 5.8%. ആൻസർ ഓപ്ഷൻ ബി 10%. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്ര കിലോമീറ്ററാണ്? കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്ര കിലോമീറ്ററാണ്? 580 കിലോമീറ്റർ, 590 കിലോമീറ്റർ, 540 കിലോമീറ്റർ, 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്ര കിലോമീറ്ററാണ്? ആൻസർ ഓപ്ഷൻ ഡി 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി എത്ര കിലോമീറ്ററാണ്? കേരളത്തിലെ കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി എത്ര കിലോമീറ്ററാണ്? 60 കിലോമീറ്റർ, 44 കിലോമീറ്റർ, 74 കിലോമീറ്റർ, 78 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ എ 60 കിലോമീറ്റർ. കേരളത്തിലെ ശരാശരി വീതി 60 കിലോമീറ്റർ. കേരളത്തിൽ ഏറ്റവും വീതിക്കുറവ് വടക്കേ അറ്റത്താണ്. എത്ര കിലോമീറ്റർ? കേരളത്തിൽ ഏറ്റവും വീതിക്കുറവ് വടക്കേ അറ്റത്താണ്. എത്ര കിലോമീറ്റർ? 30 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 11 കിലോമീറ്റർ, 24 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ സി 11 കിലോമീറ്റർ. കേരളത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് എറണാകുളം, ഇടുക്കി ജില്ലകൾ വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീതി. 124 കിലോമീറ്ററാണ് ഉള്ളത്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. എത്ര ശതമാനം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. എത്ര ശതമാനം? ഓപ്ഷൻ 48%, 36%, 39%, 44%.
ആൻസർ ഓപ്ഷൻ എ 48%. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻസ് മലനാട്, ഇടനാട്, തീരപ്രദേശം, മരുപ്രദേശം. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ആൻസർ ഓപ്ഷൻ ഡി മരുപ്രദേശം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മരുപ്രദേശം. 20 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കിയത്. നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.